ഭൂമിയുടെ പല മൂലയിലും ഇന്നും ആളുകൾ ഭയത്തോടെ നോക്കുന്ന, കാലം മറന്നുപോയ പക്ഷേ കഥകൾ മറക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഷിംലയിലെ ചാർലെ വില്ലി മാൻഷൻ, വടക്കൻ കൊൽക്കത്തയിലെ ഹൗസ് എന്നിങ്ങനെ. എന്നാൽ ഇതിൽ ഏറ്റവും ഭയാനകമായ സ്ഥലമാണ് രാജസ്ഥാനിലെ ബാൻഗ്ര കോട്ട. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. ഇതൊരു കോട്ട മാത്രമല്ല, ഒരു ശപിക്കപ്പെട്ട നഗരം കൂടെയാണ്. രാജസ്ഥാനിലെ ആൾവർ പ്രദേശത്ത് സരിസ്ക കടുവ സങ്കേതത്തിന്റെ അതിർത്തിയിലാണ് നൂറ്റാണ്ടുകളുടെ രഹസ്യം മറഞ്ഞു നിൽക്കുന്ന ബാൻഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടുകളിൽ അക്ബറുടെ നവരത്നങ്ങളിൽ ഒരാളായ മധോ സിംഗ് തന്റെ മകൻ മാൻസിംഗിന് വേണ്ടി പണി കഴിപ്പിച്ച ഈ കോട്ട ഒരു വലിയ നഗരം തന്നെയായിരുന്നു. ഏകദേശം 10,000-ത്തിലധികം ആളുകൾ ഒരു കാലത്ത് അവിടെ താമസിച്ചിരുന്നു. എന്നാൽ ഒരു നാൾ ഈ നഗരം പൂർണ്ണമായും ശൂന്യമായി. ഇന്ന് ആ നഗരം ASIയുടെ അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ഇടയിൽ മാത്രമേ കോട്ടയുടെ അകത്ത് കടക്കാൻ അനുമതിയുള്ളൂ. രാത്രിയിൽ ബാൻഗ്ര കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് കർശന വിലക്കാണ്. അതിനു പ്രധാന കാരണം ബാൻഗ്ര കോട്ടയുടെ അകത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ, നടന്നു പോകുന്നവരെ പിന്തുടരുന്നത് പോലെ തോന്നുന്ന ചുവടുകൾ, സ്ത്രീ ശബ്ദം, കുത്തിക്കയറുന്ന മാനുഷികമല്ലാത്ത പെർഫ്യൂമിന്റെ ഗന്ധം എന്നിവയെല്ലാമാണ്. ബാൻഗ്രിന്റെ ഭയാനകമായ പാതയിലെ ഏറ്റവും പ്രശസ്തമായ കഥ രാജകുമാരി രത്നാവതിയുടെ കഥയാണ്. എന്തെന്നാൽ ബാൻഗ്ര കോട്ടയിൽ ഒരിക്കൽ രത്നാവതി എന്ന അതിസുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു. രാജകുമാരിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്മാർ കുമാരിയെ കാണുവാൻ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാജകുമാരിയെ കാണാൻ ഒരു ദുർമന്ത്രവാദി വന്നു. രാജകുമാരിയിൽ അതീവ ആകൃഷ്ടനായ മന്ത്രവാദി രാജാവിനോട് ചോദിച്ചാൽ രാജകുമാരിയെ വിവാഹം ചെയ്തു നൽകില്ലെന്ന് മനസ്സിലായപ്പോൾ ദുർമന്ത്രവാദത്തിലൂടെ രാജകുമാരിയെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം രത്നാവതിയുടെ ദാസി ചന്തയിൽ നിന്നും രത്നാവതിക്ക് തേക്കാനുള്ള എണ്ണ വാങ്ങി വരുമ്പോൾ ദുർമന്ത്രവാദി ആ എണ്ണയിൽ മാന്ത്രിക ക്രിയകൾ ചെയ്തു. രാജകുമാരി എണ്ണ ഉപയോഗിക്കുന്ന നിമിഷം തന്നെ ദുർമന്ത്രവാദിയെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വരുമെന്ന കറുത്ത മന്ത്രമാണ് എണ്ണയിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ രാജകുമാരിക്ക് എണ്ണയിൽ വന്ന മാറ്റം മനസ്സിലാക്കുകയും ആ എണ്ണ ഒഴിച്ചു കളയുകയും ചെയ്തു. എണ്ണ കളഞ്ഞ സ്ഥലത്ത് മണ്ണ് വേഗത്തിൽ തന്നെ ഉരുണ്ടു കയറി പാറ പോലെ ആവുകയും ദുർമന്ത്രവാദിയുടെ ശരീരത്തിൽ ഉരുണ്ടു കയറുകയും ചെയ്തു. ഇതോടെ ദുർമന്ത്രവാദി തന്റെ ആഗ്രഹം നടക്കാതിരുന്നത് മൂലം ബാൻഗ്ര കോട്ടയ്ക്ക് ഒരു ശാപം നൽകി. ബാൻഗ്ര കോട്ട ഒരിക്കലും ഉയരില്ലെന്നും ബാൻഗ്ര കോട്ടയിലുള്ള ആർക്കും ഒരിക്കലും സമാധാനം ലഭിക്കില്ലെന്നും ശാപം നൽകിയായിരുന്നു മന്ത്രവാദിയുടെ മരണം. ആ ശാപം ബാൻഗ്ര കോട്ടയിൽ യാഥാർത്ഥ്യമായി. അടുത്ത വർഷം തന്നെ അയൽരാജ്യമായ അജ്ഗഡ് സൈന്യം ബാൻഗ്ര കോട്ടയെ ആക്രമിച്ചു. ആ പോരാട്ടത്തിൽ പിന്നീട് കോട്ടയിൽ ആരും ശേഷിച്ചില്ല. രാജകുമാരി ഉൾപ്പെടെ എല്ലാവരും മരിച്ചു. ഇന്നും ബാൻഗ്ര കോട്ടയിൽ ആ ശാപം നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ബാൻഗ്ര കോട്ടയുടെ കഥ സത്യമോ മിഥ്യയോ എന്നതിന് ഉത്തരമില്ല. എന്നാൽ ഇന്നും ബാൻഗ്ര കോട്ട ഇന്ത്യയുടെ ഏറ്റവും ദുരൂഹവും ഭയാനകവുമായ സ്ഥലമായി നിലനിൽക്കുന്നു.